രാവിലെ ആലപ്പുഴയിൽ വാർത്താസമ്മേളനം. പറഞ്ഞ സമയത്ത് കെ സുധാകരൻ എത്തി. വി ഡി സതീശനും എത്തേണ്ടതല്ലേ? പക്ഷേ സതീശനെ കണ്ടില്ല. KPCC പ്രസിഡന്റ് അസ്വസ്ഥനായി. പിന്നെ കേട്ടത് പച്ചത്തെറി. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. സംഭവം നാട്ടിലാകെ പാട്ടായി. പ്രസിഡന്റിന്റെ തെറിവിളി കേട്ട സതീശനും വയലന്റായി. രാജ്യഭീഷണി മുഴക്കിയെന്ന് വരെ വാർത്ത വന്നു. മൊത്തത്തിൽ നാണക്കേടായതോടെ നേതാക്കൾ ഇടപെട്ടു. അതോടെ സുധാകരൻ മയപ്പെട്ടു. പിന്നെ എല്ലാ കുറ്റവും മാധ്യമങ്ങൾക്ക്. രാവിലെ പച്ചത്തെറി വിളിച്ച അതേ നാക്കുകൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചേട്ടനും അനിയനുമാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞു കെ സുധാകരൻ. നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളിതൊന്നും കെട്ടിപ്പൊക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ പോകോറിയായി. പരസ്യമായി തമ്മിലടിച്ചാൽ ഇനിയും നാറുമെന്ന് വി ഡി സതീശനും മനസ്സിലാക്കി. അതോടെ സുധാകരൻ തെറി വിളിച്ചത് വെറും സ്വാഭാവികമായ പദപ്രയോഗമാണെന്നൊക്കെ പറഞ്ഞു സതീശൻ. പോകുന്ന വഴിക്ക് എനിക്ക് YMCA ഒരു പരിപാടിയിൽ ഒരു NV പ്രഭുവിൻ്റെ പേരിലുള്ളൊരു ചെസ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഞാൻ സ്വല്പം വൈകി. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണല്ലേ, നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കും. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ല, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കില്ല. അത്രയേ ഉള്ളൂ. സത്യത്തിൽ പൊയ്യേത് നിജമേത്